ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി വാഗ്ദാനങ്ങൾ പാലിക്കാനായി ഭരണത്തിലേക്ക്. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് LDF തരംഗം. കോഴിക്കോട് കോർപ്പറേഷനിലും ഇടതുപക്ഷത്തിന് ഉജ്ജ്വല വിജയം. ഏഴ് സീറ്റിൽ വിജയിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ സജീവ സാന്നിധ്യവുമായി BJP. ദീപങ്ങളുടെ ഉത്സവത്തിന് സേവനത്തിന്റെ മധുരവുമായി തളി ബ്രാഹ്മണ സമൂഹമഠം. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിക്ക് മികച്ച വിജയം നേടാനായി. ജില്ലയിൽ UDFന് മുൻതവണത്തെ അപേക്ഷിച്ച് വലിയ നഷ്ടം നേരിട്ടപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ 7 സീറ്റുകൾ നേടി BJP ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ, കോർപ്പറേഷൻ എന്നിവയുൾപ്പെടെ തദ്ദേശ ഭരണ സംവിധാനത്തിന്റെ എല്ലാ മേഖലകളിലും മികച്ച വിജയമാണ് ഇത്തവണ ഇടതുമുന്നണി സ്വന്തമാക്കിയത്. ആകെ 70 ഗ്രാമപഞ്ചായത്തുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇതിൽ 47 പഞ്ചായത്തുകൾ LDFനൊപ്പം നിന്നപ്പോൾ 23 മാത്രമാണ് UDFന് നേടാനായത്. കഴിഞ്ഞ തവണ CPM കുത്തക അവസാനിപ്പിച്ച് RMP പിടിച്ചെടുത്ത ഒഞ്ചിയം പഞ്ചായത്ത് ഇത്തവണ തിരിച്ചുപിടിക്കാനായത് CPM വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നു. കോഴിക്കോട് കോർപ്പറേഷനൊപ്പം നേരത്തെ പാർട്ടി ഭരിച്ചിരുന്ന കൊയിലാണ്ടി, വടകര നഗരസഭകൾ പാർട്ടിക്കു കീഴിൽ തന്നെ നിലനിർത്താൻ CPMനായി. പുതുതായി രൂപീകരിക്കപ്പെട്ട മുക്കം, ഫറോക്ക്, രാമനാട്ടുകര നഗരസഭകളിലെ കന്നിഭരണവും CPM സ്വന്തമാക്കി. പയ്യോളി, കൊടുവള്ളി മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് ജില്ലയിൽ UDFന് നേടാനായത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ആകെ 75 സീറ്റുകളിൽ 48 നേടിയാണ് CPM കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയത്. അതേസമയം കഴിഞ്ഞ തവണ ഒറ്റ സീറ്റുമില്ലാതിരുന്നിട്ടും ഇത്തവണ 7 സീറ്റുകൾ നേടി BJP കോഴിക്കോട് കോർപ്പറേഷനിൽ ശക്തമായ സാന്നിധ്യമായി മാറി. UDFൽ നിന്നും LDFൽ നിന്നും സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്താണ് BJP കോർപ്പറേഷൻ ഭരണസമിതിയിൽ നിർണായക സാന്നിധ്യമായത്. പാർട്ടി മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകൾക്കുള്ള അംഗീകാരമാണിതെന്ന് ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ ആകെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 CPM സ്വന്തമാക്കി. അവശേഷിക്കുന്ന 3 ബ്ലോക്കുകൾ UDF നേടി. ജില്ലാ പഞ്ചായത്തിലെ മൊത്തം 27 വാർഡുകളിൽ 16 സ്വന്തമാക്കിയാണ് CPM ഭരണ തുടർച്ച നേടിയത്. അവശേഷിക്കുന്ന 11 സീറ്റുകൾ UDF നേടി. 1.5 മാസത്തെ ആകാംക്ഷയ്ക്ക് വിരാമം. 8 മണിക്ക് പെട്ടി തുറന്ന് വോട്ടെണ്ണൽ തുടങ്ങി. ഉച്ചയോടെ ഫലമറിഞ്ഞ് പിരിഞ്ഞു. കേരളപ്പിറവിക്ക് ശേഷം ഇത്രയേറെ വാശിയോടെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇതോടെ സമാപനമായി. 7 മണിയോടെ പ്രിസൈഡിംഗ് ഓഫീസറും ഉദ്യോഗസ്ഥരും കൌണ്ടിംഗ് കേന്ദ്രങ്ങളിലെത്തി. ശക്തമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ഏവരെയും കൌണ്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് കടത്തിവിട്ടത്. തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച റൂം അരക്കിട്ടുറപ്പിച്ച പൂട്ട് സീൽ പൊളിച്ച് റൂമിലേക്ക്. നിർദ്ദേശമുള്ളവർക്ക് മാത്രം പ്രവേശനം, മാധ്യമപ്രവർത്തകർ വരെ പുറത്ത്. തുടർന്ന് ഹാളിൽ തയ്യാറാക്കിയ മേശയ്ക്കരികെ പോളിംഗ് ഏജന്റുമാരും സ്ഥാനാർത്ഥിയും. 8 മണി കൃത്യത്തിന് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഏവരുടെയും സാന്നിധ്യത്തിൽ തുറന്ന് വോട്ടുകൾ പരിശോധിച്ചു. മിനിറ്റുകൾക്കകം ഫലം പുറത്ത്. 1.5 മാസത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് സമാപനം. കോഴിക്കോട് കോർപ്പറേഷനിൽ 7 സീറ്റുകളുമായി BJPക്ക് തിളക്കമാർന്ന വിജയം. കഴിഞ്ഞ വർഷം ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്ന പാർട്ടിയാണ് ഇത്തവണ ഒറ്റയടിക്ക് സീറ്റുകളുടെ എണ്ണം 7-ലെത്തിച്ചത്. ഇരുമുന്നണിയോടുമുള്ള അമർഷവും BJPയുടെ വികസന മുന്നേറ്റങ്ങളുമാണ് തങ്ങളുടെ വിജയത്തിന് കാരണമായതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് പറഞ്ഞു. ഇരുമുന്നണികളെപ്പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുകയാണ് BJP സ്ഥാനാർത്ഥികളും. ബേപ്പൂരിൽ CPMനെതിരെ വൻ ഭൂരിപക്ഷം നേടിയാണ് BJP സ്ഥാനാർത്ഥി അനിൽകുമാർ വിജയിച്ചത്. ബേപ്പൂർ പോർട്ടിൽ സതീഷ് കുമാറും വിജയക്കൊടി പാറിച്ചു. 13-ാം വാർഡ് സിവിൽ സ്റ്റേഷനിൽ ജിഷ ഗിരീഷും, മാറാട് 49-ാം വാർഡിൽ ഷൈമ പൊന്നത്തും,
നമ്പിടി നാരായണൻ മീഞ്ചന്ത 38-ാം വാർഡിൽ നിന്നും 14-ാം വാർഡിൽ ചേവരമ്പലത്തു നിന്നും പ്രശാന്തും കാരപ്പറമ്പ് 69-ാം വാർഡിൽ നിന്ന് നവ്യ ഹരിദാസും മികച്ച വിജയമാണ് കൈവരിച്ചത്. LDF, UDF മുന്നണികൾ ഇതിനു മുൻപ് പിടിച്ചടക്കിയ സീറ്റാണ് BJP വലിയ മുന്നേറ്റം നടത്തിയത്. ഈ മുന്നേറ്റം തങ്ങൾ പ്രതീക്ഷിച്ചതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾ സ്വീകരിച്ചതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നും BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് പറഞ്ഞു. കോൺഗ്രസും CPM-ഉം തമ്മിൽ സഖ്യമുണ്ടാക്കിയെന്നും തോട്ടത്തിൽ രവീന്ദ്രനു വേണ്ടി വോട്ട് പിടിച്ചത് MK രാഘവൻ MP ആണെന്നതിന് വ്യക്തമായ തെളിവുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന് ഞങ്ങൾക്ക് കാലേക്കൂട്ടി തന്നെ അറിയാം. കാരണം കഴിഞ്ഞ 5-6 വർഷമായിട്ട് BJP ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. രണ്ട് മുന്നണികൾക്കുമെതിരായിട്ടുള്ള ജനവികാരം ശക്തമാണ്. ഇതെല്ലാം BJPക്ക് അനുകൂലമായ ഘടകമായിരുന്നു. ഒരു 5-6 സീറ്റിൽ കോൺഗ്രസ്, ലീഗും CPM-ഉം രഹസ്യ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ചേവരമ്പലം വാർഡിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ അവർ തമ്മിൽ കൈകോർത്തിട്ടുണ്ട്. CPM-ന് എങ്ങനെ ഇത്ര വോട്ട് വർദ്ധിച്ചു എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. കോൺഗ്രസിന് വോട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ കോൺഗ്രസ് CPM-നെ അവിടെ സഹായിച്ചിട്ടുണ്ട്. തോട്ടത്തിൽ രവീന്ദ്രനെ സഹായിച്ചത് MK രാഘവൻ തന്നെയാണ്. കോൺഗ്രസിന്റെ മുഖ്യ നേതാവ് തന്നെയാണ് തോട്ടത്തിൽ രവീന്ദ്രന് വേണ്ടി വോട്ട് പിടിച്ചത് എന്ന് ഞങ്ങൾക്ക് തെളിവ് സഹിതം ഹാജരാക്കാൻ സാധിക്കും. ഇത്തവണ BJPക്ക് മികച്ച വിജയമാണ് കോർപ്പറേഷനിൽ ഉണ്ടായത്. ഇരു മുന്നണികൾക്കൊപ്പം BJPയുടെ നില മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് വിജയം കണ്ടത്. വിജയം നേരത്തെ പ്രതീക്ഷിച്ചാണ്. അത്രയും മോശമായ ഭരണം കാഴ്ചവെച്ചതിന്റെ ഫലമായിട്ട് ജനങ്ങളെ ഇടതുപക്ഷത്തിനോട് വെറുത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഇലക്ഷൻ വന്നിട്ടുള്ളത്. അത് നമുക്ക് അനുകൂലമാവുന്ന നേരത്തെ അറിയാമായിരുന്നു. അതേമാതിരി ജനങ്ങൾ നമുക്ക് അനുകൂലം വന്നിട്ടുണ്ട്. വിജയം നല്ല വിജയം, ഭയങ്കര സന്തോഷമുണ്ട് വിജയിച്ചതിൽ. എല്ലാ ജനങ്ങളും എനിക്ക് വോട്ട് ചെയ്തതിനെ കൊണ്ടാണ് ഞാൻ ജയിക്കാനുള്ള ഒരു കാരണം. കഴിഞ്ഞ കോർപ്പറേഷന്റെ ഭരണത്തിൽ അവർക്ക് പ്രതീക്ഷിച്ച അത്ര ഗുണങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയത്. അത് ചെയ്യുന്നുള്ളത് ഇതിനാ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. അത് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കും. അതിനുള്ള പിന്തുണയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ BJPക്ക് ഈ അഭൂതപൂർവമായ വിജയം സമ്മാനിച്ചത് എന്നാണ് പറയാനുള്ളത്. ഇത്രയും കാലത്തെ പാർട്ടി പ്രവർത്തകരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ഇത്തവണ BJP ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ലാത്ത തരം കഠിനാധ്വാനവും പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും കൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും തുടക്കം മുതൽ അവസാനം വരെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാർഡിൽ പൂർണ്ണ പ്രവർത്തനം നടത്തിയതിനാൽ തന്നെ പൂർണ്ണമായ വിശ്വാസവും ഉണ്ടായിരുന്നു. അതിന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. തലമുറകളുടെ ഒരു കാത്തിരിപ്പ് ഇന്ന് ഫലം കണ്ടിരിക്കുന്നു എന്ന് പറയാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ഷനിൽ ആദ്യം പറഞ്ഞിരുന്നത്. ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം തീർച്ചയായും ഞങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. വിജയാഹ്ലാദം കൊഴുപ്പിക്കാൻ വിവിധ വാദ്യതാളങ്ങളുമായി രാഷ്ട്രീയ പ്രവർത്തകർ കൂട്ടമായി നഗരവീഥികൾ കൈയടക്കി. ഇടതു വലതു മുന്നണിക്കൊപ്പം തിളക്കമാർന്ന വിജയം ആഘോഷിക്കാൻ BJPയും രംഗത്തിറങ്ങി. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വിജയം നേടി മുന്നേറുകയാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയ. അരീക്കാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഇദ്ദേഹം അനുഭവ സമ്പത്തുകൊണ്ടും മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് വികസന മുന്നേറ്റങ്ങൾക്കായി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. പ്രതീക്ഷിച്ച വിജയമാണ് കൈവരിച്ചതെന്നും കോഴിക്കോടിനെ സ്മാർട്ട് സിറ്റിയാക്കുകയാണ് LDFന്റെ നയമെന്നും LDF മേയർ സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയ തെരഞ്ഞെടുപ്പ് വിജയത്തിലെ ആഹ്ലാദം പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പ്രതീക്ഷയാണ് വലിയ വിജയം. ആ വിജയം കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കോഴിക്കോടിനെ ഒരു സ്മാർട്ട് കോഴിക്കോടാക്കുക എന്നുള്ളതാണ് LDFന്റെ നയം. ആ നയമനുസരിച്ചാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുക. അരീക്കാട് വാർഡിൽ നിന്നാണ് ഇദ്ദേഹം ജനവിധി തേടിയത്. വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് LDFന്റെ സാരഥിയായി വിജയക്കൊടി പാറിച്ചത്. രാഷ്ട്രീയത്തിൽ പ്രാവീണ്യവും ഏറെ അനുഭവ സമ്പത്തും കൊണ്ടായിരിക്കും ഇദ്ദേഹം LDFന്റെ മേയർ സ്ഥാനാർത്ഥിയാവുക. UDF സ്വതന്ത്രൻ സയ്യിദ് മുഹമ്മദ് ഷാമിലിനേക്കാൾ 202 വോട്ടുകൾ നേടിയാണ് ഇദ്ദേഹം വിജയക്കൊടി പാറിച്ചത്. 1848 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് VKC മുഹമ്മദിനുണ്ടായിരുന്നത്. എതിർ സ്ഥാനാർത്ഥിക്ക് 1646 വോട്ടുകളാണ് ലഭിച്ചത്. ബേപ്പൂർ മുൻ MLAയും ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടിയുടെ കരുത്തുറ്റ നേതാവുമാണ് VKC. ഇദ്ദേഹത്തിന്റെ വിജയം നഗരം ആഘോഷവും ആവേശവുമാക്കുകയായിരുന്നു. VKCയുടെ വിജയത്തിനെ തുടർന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്താണ് കൈവന്നതെന്ന് പ്രവർത്തകരും ജനങ്ങളും ഒന്നടങ്കം പറയുന്നു. കഴിഞ്ഞ തവണ നേടിയ വിജയശതമാനം ഇത്തവണയും തുണയ്ക്കുമെന്ന UDF പ്രതീക്ഷ തകർന്നടിഞ്ഞു. കോർപ്പറേഷൻ രൂപീകരണം മുതലുള്ള തുടർച്ചയായ വിജയം LDF ആവർത്തിച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം LDF നിലനിർത്തി. 75 സീറ്റുകളിൽ 48 എണ്ണവും LDFനായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം നടത്തിയ പല വാർഡുകളും നഷ്ടപ്പെട്ടു. 20 സീറ്റുകളാണ് UDFന് ലഭിച്ചത്. BJPക്കാണ് ഇത്തവണ നേട്ടം കൂടുതൽ, 7 സീറ്റുകൾ. കഴിഞ്ഞ വർഷം കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ബേപ്പൂർ ഭാഗത്തു തന്നെ 3 സീറ്റിൽ BJP വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. തുറമുഖം, ഹാർബർ എന്നിവ ഉൾപ്പെട്ട പോർട്ട് ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥി N സതീഷ് കുമാർ 347 വോട്ടിനാണ് ജയിച്ചത്. ബേപ്പൂർ 48 ഡിവിഷനിൽ തോട്ടപ്പായി അനിൽകുമാർ, BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരന്റെ വാർഡായ കാരപ്പറമ്പിൽ നിന്നും നവ്യ ഹരിദാസ്, മാറാട് ഡിവിഷനിൽ നിന്നും പൊന്നത്ത് ഷൈമ, ചേവരമ്പലത്തിൽ നിന്നും പ്രശാന്ത് കുമാർ, സിവിൽ സ്റ്റേഷനിൽ നിന്നും ജിഷ ഗിരീഷ്, മീഞ്ചത്തിൽ നിന്നും നമ്പിടി നാരായണൻ എന്നിവരാണ് ജയിച്ച BJP സ്ഥാനാർത്ഥികൾ. മീഞ്ചിന്ന് ഡിവിഷനിൽ കഴിഞ്ഞ വർഷം UDF ആയിരുന്നു വിജയിച്ചത്. അന്ന് UDF ജനപ്രതിനിധിയായി കൌൺസിലെത്തിയ P ഉഷാദേവി ടീച്ചർ ഇത്തവണ പാളയം ഡിവിഷനിൽ നിന്നും വിജയിച്ചു. LDF മേയർ സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയ 202 വോട്ടിന് അരീക്കാട്ടിൽ നിന്നും വിജയിച്ചു. മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ 34 വോട്ടിനാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ LDFന് 41ഉം UDFന് 34 സീറ്റും ലഭിച്ചിരുന്നു. DCC പ്രസിഡന്റ് KC അബുവിന്റെ മകൾ KC ശോഭിത മലാപ്പറമ്പിൽ നിന്നും, KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു പാറപ്പടിയിൽ നിന്നും, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ചാലപ്പുറത്തു നിന്നും, യൂത്ത് കോൺഗ്രസ് നേതാവ് വിദ്യാബാലകൃഷ്ണൻ ചേവാരിൽ നിന്നും, മുല്ലവെട്ടിയിൽ മൊയ്തീൻ കൊളത്തറയിൽ നിന്നും, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവും മുൻ മേയറുമായ MM പത്മാവതി മെഡിക്കൽ കോളേജിൽ നിന്നും വിജയിച്ചു. ഈസ്റ്റ് ഹിൽ വാർഡിൽ നിന്നും LDF സ്വതന്ത്രയെ ജനവിധി തേടിയ ബീന രാജൻ തട്ടാശ്ശേരിയും വിജയിച്ചു. കൊയിലാണ്ടി നഗരസഭയെ ഇത്തവണയും LDF നയിക്കും. 44 ഡിവിഷനുകളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ 28 സീറ്റുകളാണ് LDF നിലനിർത്തിയത്. 28 സീറ്റുകൾ നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊയിലാണ്ടി നഗരസഭാ ഭരണം നിലനിർത്തി. കഴിഞ്ഞ തവണ 27 നിന്ന് നില മെച്ചപ്പെടുത്തിയ LDF BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഓരോ സീറ്റ് വീതം പിടിച്ചെടുത്തു. ഒരു സീറ്റിൽ CPM വിമതൻ വിജയിച്ചു. 13ാം വാർഡായ പെരുവട്ടൂരിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് CPMലെ AT രമേശിനാണ് പിടിച്ചെടുത്തത്. 185 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയായിരുന്നു വിജയം. 36ാം വാർഡായ വിരുന്നുകണ്ടിയിൽ BJPയിലെ വിനോദിനിയെ തോൽപ്പിച്ച് CPMലെ ദിവ്യ ശെൽവരാജ് വിജയിച്ചു. 1ാം വാർഡായ പാതിരക്കാടിൽ CPM റിബൽ സ്ഥാനാർത്ഥി ഷാജി പാതിരക്കാട് 144 വോട്ടുകൾക്ക് വിജയിച്ചു. ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായ 7ാം വാർഡിൽ CPMലെ കരിമ്പിക്കൽ സുധാകരനെ പരാജയപ്പെടുത്തി KPCC നിർവാഹക സമിതി അംഗം U രാജീവൻ വിജയിച്ചു. 14ാം ഡിവിഷനായ പന്തലായനി സെൻട്രലിലും 26ാം വാർഡായ കണയങ്കോട്ടും BJP സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്തെത്തി. CPMലെ K സത്യൻ, K ഷിജു, V സുന്ദരൻ, കോൺഗ്രസിലെ U രാജീവൻ, അഡ്വക്കേറ്റ് വിജയൻ, മുസ്ലിം ലീഗിലെ VP ഇബ്രാഹിംകുട്ടി, BJPയിലെ VK സുരേഷ് എന്നീ പ്രമുഖർ വിജയിച്ചപ്പോൾ കോൺഗ്രസിലെ CP മോഹനൻ,
രജീഷ് വെങ്കളത്തുകണ്ടി, മുസ്ലിം ലീഗിലെ KM നജീബ്, A അസീസ് എന്നിവർ തോറ്റു. CPM-ലെ പ്രധാന നേതാക്കളാരും തോറ്റവരുടെ പട്ടികയിലില്ല. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നഗരത്തിലെ പലഹാരക്കടകളിലെ ചില്ലലമാരകൾ നിറഞ്ഞുകഴിഞ്ഞു. മധുരക്കൂട്ടുകളിൽ പലവിധ വർണ്ണങ്ങളൊരുക്കിയാണ് പലഹാര കച്ചവടക്കാർ വിൽപ്പന മത്സരം കൊഴുപ്പിക്കുന്നത്. വർഷങ്ങളായി സേവന പ്രവർത്തനങ്ങൾക്കു വേണ്ടി മാത്രം മധുര വിപണിയിൽ നിറസാന്നിധ്യം അറിയിച്ച തളി ബ്രാഹ്മണ സമൂഹമഠം ഇവർക്കിടയിൽ വേറിട്ടു നിൽക്കുന്നത് എങ്ങനെയെന്ന് കാണാം റിപ്പോർട്ടിലേക്ക്. നിർധനരായവർക്ക് വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും വേണ്ട ഫണ്ട് സ്വരൂപിക്കാനാണ് ഓരോ വർഷവും തളി ബ്രാഹ്മണ സമൂഹമഠത്തിൽ ദീപാവലി വിപണി സജീവമാകുന്നത്. കാലിക്കറ്റ് യങ് ബ്രാഹ്മിൺസ് അസോസിയേഷനാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. പാലക്കാട് കൊടുവായൂർ ഗ്രാമത്തിലെ വീടുകളിലാണ് ഇവിടേക്കുള്ള പലഹാരങ്ങൾ തയ്യാറാക്കുന്നത്. 1200 കിലോ മധുരപലഹാരമാണ് ഇത്തവണത്തെ ദീപാവലി ആഘോഷത്തിനായി അസോസിയേഷൻ നേതൃത്വം സമൂഹമഠത്തിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. മൈസൂർ പാക്ക്, ലഡു, ജിലേബി, ബാദ്ഷാ, റവ ലഡു, തേങ്ങായ്, പൈനാപ്പിൾ, ഓറഞ്ച്, സോന, പേട തുടങ്ങിയ ഫ്ലേവറുകളിലെ ബർഫിയുമാണ് ഇവിടുത്തെ മധുരവിഭവങ്ങൾ. 1 കിലോയുടെ പാക്കറ്റിന് 240 രൂപയും 1/2 കിലോ 120 രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത്. കൂടാതെ മിക്സ്ചർ, പൊക്കാവട തുടങ്ങിയവയും വിൽപ്പനയ്ക്കായുണ്ട്. ഇതേക്കുറിച്ച് കാലിക്കറ്റ് യങ് ബ്രാഹ്മിൺസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീറാം: ഞങ്ങൾ 30ഓളം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വൈദ്യ ശുശ്രൂഷ സഹായം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ധനശേഖരണാർത്ഥമാണ് ഈ സ്വീറ്റ്സ് വിൽപ്പന നടത്തുന്നത്. കുറഞ്ഞ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ്. 1 കിലോ ബോക്സിന് 250 രൂപയും 1/2 കിലോ ബോക്സിന് 120 രൂപയാണ്. പാലക്കാട് കൊടുവായൂരിൽ നിന്നാണ് ഈ സ്വീറ്റ്സ് കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് പാക്ക് ചെയ്ത് അത് കോഴിക്കോടിലെ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ചെറിയൊരു ധർമ്മം മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സാമൂഹ്യ പ്രവർത്തനം, സംഘടനയുടെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് ഞങ്ങൾ ഈ വൈദ്യുതി സഹായത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള 8 കുട്ടികൾക്കാണ് അസോസിയേഷൻ വിദ്യാഭ്യാസ ചെലവ് നൽകുന്നത്. ഓണത്തിനും വിഷുവിനും പാലടപ്രഥമനും ദീപാവലിക്ക് സ്വീറ്റ്സും ഉണ്ടാക്കുന്നതിലൂടെയും ഉദാരമതികളുടെ സംഭാവനയിൽ നിന്നുമാണ് അസോസിയേഷൻ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. കഷ്ടത അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാനുള്ള ഇവരുടെ മനസ്സു തന്നെയാണ് തളി ബ്രാഹ്മണ സമൂഹമഠത്തിലെ പലഹാരം തേടിയെത്തുന്നവരുടെ തിരക്ക് സൂചിപ്പിക്കുന്നത്. ഒരിടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ദേശീയ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയവും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലും വിദ്യാഭ്യാസ വകുപ്പും സംയുക്ത നേതൃത്വം നൽകുന്ന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ജില്ലാതല മത്സരങ്ങൾ മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആരംഭിച്ചു. ദിനാന്തര സ്ഥിതിയും കാലാവസ്ഥയും എന്ന വിഷയത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 73 സംഘങ്ങൾ പ്രോജക്ട് അവതരിപ്പിച്ചു. ദേശീയ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയവും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും നേതൃത്വം നൽകുന്ന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ജില്ലാതല മത്സരങ്ങൾ മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആരംഭിച്ചു. 74 പ്രോജക്ടുകളിലായി 348 വിദ്യാർത്ഥികൾ കഴിഞ്ഞ 3 മാസം നടത്തിയ പരീക്ഷണ, നിരീക്ഷണ, സൂക്ഷ്മാന്വേഷണ പ്രവർത്തനങ്ങളാണ് പ്രോജക്ട് രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. തുരുത്തുകളുടെ സൂക്ഷ്മ കാലാവസ്ഥ,
ക്ഷീരമേഖലയും കാലാവസ്ഥയും, കൊതുക് പെരുകുന്നതും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം, കൃഷിയും കാലാവസ്ഥയും, മാറുന്ന കാലാവസ്ഥയും ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിശദമായ പഠനമാണ് വിദ്യാർത്ഥികൾ നടത്തിയത്. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗ്ഗങ്ങളും പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. കോഴിക്കോട് DEO ഗിരിജ അരീക്കാത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഏകോപനം നിർവഹിക്കുന്ന ദർശനം സാംസ്കാരിക വേദിയുടെ ജില്ലാ സെക്രട്ടറി MA ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ N സിജേഷ്, സംസ്ഥാന നിരീക്ഷകൻ പ്രൊഫസർ ത്രിവിക്രമൻജി, KK സുകുമാരൻ, CH സജീവ് കുമാർ, K മനുരാജ്, KP ജഗന്നാഥൻ, KK സഹീർ എന്നിവർ നേതൃത്വം നൽകി. പ്രമുഖ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും പരിസ്ഥിതി പ്രവർത്തകരുമായ ഡോക്ടർ മുഹമ്മദ് ജാഫർ പാലോട്ട്, ഡോക്ടർ TK ദീപ, മോഹനൻ മണലിൽ, ഡോക്ടർ A രാജൻ നമ്പ്യാർ, പ്രൊഫസർ T ശോഭീന്ദ്രൻ, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഫോർ പ്ലാന്റ് സയൻസിലെ റിസർച്ച് ഫെലോ മുഹമ്മദ് B എന്നിവർ വിധികർത്താക്കളായിരുന്നു. പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളെ ലളിതമായി ആവിഷ്കരിക്കുന്ന ഒരു പിടി ചിത്രങ്ങളുമായി അനുവിതയുടെ ചിത്രപ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. പ്രദർശനം ചൊവ്വാഴ്ച വരെ നീണ്ടുനിൽക്കും. ലാളിത്യത്തിന്റെ രചനകളുമായി അൻവിത വിശ്വനാഥന്റെ ചിത്രപ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. പ്രദർശനം മാധവ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഗ്ലാസ് പെയിന്റിംഗ്, അക്രലിക്, വാട്ടർ കളർ രചനകളാണ് പ്രദർശനത്തിലുള്ളത്. കൊയിലാണ്ടി ഒള്ളൂർ സ്വദേശിയും മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബിരുദ വിദ്യാർത്ഥിനിയുമായ അൻവിത പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളെയാണ് ഏറെയും തന്റെ രചനകളിൽ വിശദമാക്കുന്നത്. ഗുജറാത്തി ശൈലിയിൽ രചിച്ച ഗ്ലാസ് പെയിന്റിംഗും പ്രദർശനത്തിൽ വേറിട്ടു നിൽക്കുന്നു. പ്രദർശനം 10-ന് സമാപിക്കും. ഇനി അറിയിപ്പുകൾ. കാലിക്കറ്റ് സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി നവംബർ 18 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ വാഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. അംശാദായ കുടിശ്ശിക വന്ന അംഗത്വം റദ്ദായ ലോട്ടറി ക്ഷേമനിധി അംഗങ്ങൾ കുടിശ്ശിക കാലയളവിൽ നിർദ്ദിഷ്ട തുകയ്ക്കുള്ള ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ നവംബർ 1 മുതൽ 30 വരെ പിഴയോടുകൂടി അംശാദായമടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കണമെന്ന് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് LDF തരംഗം. കോഴിക്കോട് കോർപ്പറേഷനിലും ഇടതുപക്ഷത്തിന് ഉജ്ജ്വല വിജയം. ഏഴ് സീറ്റിൽ വിജയിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ സജീവ സാന്നിധ്യവുമായി BJP. ദീപങ്ങളുടെ ഉത്സവത്തിന് സേവനത്തിന്റെ മധുരവുമായി തളി ബ്രാഹ്മണ സമൂഹമഠം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, indubitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.